ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. എൻ്റെ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഈ അറിവുകൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ ഷെയർ ചെയ്യുക. നമുക്ക് പറ്റില്ല എന്ന് പറയേണ്ടടുത്ത് പറ്റില്ല എന്ന് തന്നെ പറയാനും, നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ നമുക്ക് കഴിയുമെന്ന് പറയാനും കഴിഞ്ഞില്ലെങ്കിൽ അതിൽ പിന്നെ വലിയ വില നൽകേണ്ടി വരും. എപ്പോഴും വലിയ വലിയ ധാരണകൾ വിശ്വസിച്ച് ജീവിക്കുന്നതിലും നല്ലത് കുറച്ച് അനുഭവജ്ഞാനത്തിൽ ജീവിക്കുന്നതായിരിക്കും ഉത്തമം. അനുഭവമാണ് നമ്മുടെ ഏറ്റവും വലിയ ഗുരു എന്ന് നാം പറയുമ്പോഴും അനുഭവത്തിൽ നിന്ന് മാത്രം നമ്മൾ അറിവ് നേടുന്നില്ല എന്നതാണ് സത്യം. എത്ര നന്മ ചെയ്ത് നാം ജീവിച്ചാലും ഒരു ചുവട് അല്പം പിഴച്ചാൽ നമ്മൾ കുറ്റക്കാരായി മാറുന്ന കാഴ്ചയാണ് കാണുന്നത്. അതുവരെ നാം ചെയ്ത നന്മയും നല്ല കാര്യങ്ങളും സൗകര്യപൂർവ്വം എല്ലാവരും മറക്കുകയും ചെയ്യുന്നതാണ്. ഒരാളും ഒരിക്കലും മറ്റൊരാളിൽ സന്തുഷ്ടനല്ല എന്നതുകൊണ്ട് തന്നെ ആരെയും ബോധ്യപ്പെടുത്തുവാൻ വേണ്ടി ജീവിക്കുവാൻ ശ്രമിക്കാതിരിക്കുക. ശരിയും തെറ്റും സ്വന്തം തിരിച്ചറിഞ്ഞ് ജീവിക്കേണ്ടതാണ്. ഈ ഭൂമിയിൽ നാം ജീവിക്കുന്ന സമയം നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കണം. കർമ്മനിരതരാവുക. കർമ്മത്തിൻ്റെ ഫലം നാം അനുഭവിക്കുക തന്നെ ചെയ്യും. കാരണം കാലം ഒന്നിനും മറുപടി കൊടുക്കാതെ ഇതുവരെ കടന്നു പോയിട്ടില്ല എന്നതാണ് സത്യം. എന്താണ് നാം നേടിയെടുക്കുന്ന ഏറ്റവും വലിയ സമ്പത്ത്? വലിയ ബംഗ്ലാവ്, വലിയ ബിസിനസ്, കുറെ ഭൂമി, കിലോ കണക്കിന് സ്വർണം, ലക്ഷറി കാറുകൾ, കോടികൾ ബാങ്കിൽ, ഇങ്ങനെയൊക്കെ ആയിരിക്കും നാം ആദ്യം ചിന്തിക്കുന്നത്. അതിനായി ദിനരാത്രങ്ങൾ നമ്മൾ കഷ്ടപ്പെടുകയും ഉറക്കമിളയ്ക്കുകയും ചെയ്തിട്ടുണ്ടാകും. എന്നാൽ ഇതൊന്നുമല്ല നമ്മുടെ യഥാർത്ഥ സമ്പാദ്യം. നമ്മുടെ സമ്പാദ്യം നമ്മുടെ ആരോഗ്യം തന്നെയാണ്. ഏറ്റവും വലിയ സമ്പത്ത് ആരോഗ്യമാണ്. ആ ആരോഗ്യം നമ്മുടെ ഉത്തരവാദിത്വവുമാണ്. അസുഖമാണെങ്കിൽ നമ്മുടെ അസുഖങ്ങൾ മറ്റൊരാളുടെ ബിസിനസിൻ്റെ ആശയവുമാണ്. അതിനാൽ ആരോഗ്യത്തിനായി ഭക്ഷണം കഴിക്കുകയും ശരീരത്തിൽ ജലാംശം നിലനിർത്തുവാൻ ശ്രമിക്കുകയും പോസിറ്റീവ് ചിന്താഗതികളിൽ സജീവത നിലനിർത്തുവാനും ഒരു പുഞ്ചിരി വിശാലമാക്കാൻ മറക്കാതെ ജീവിക്കുകയും ചെയ്യുക. എന്നാൽ മാത്രമേ നമ്മൾ നേടിയിട്ടുള്ള മറ്റ് സമ്പാദ്യങ്ങൾ മനസ്സംതൃപ്തിയോടെ ആസ്വദിക്കുവാൻ സാധിക്കുകയുള്ളൂ.